ഞങ്ങളിൽ നിന്നും ഒരുപാട് ആളുകളെ യാത്രയായി ഞാൻ ഓർത്തു പോവുകയാണ്. ഇന്ന് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് ഞാൻ 2-3 ദിവസമായിട്ട് വയതിലെ മലബാർ ഭാഗത്തായിരുന്നു. ഏതോ പാലക്കാടോ കാസർഗോഡോ ഏതോ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് എന്റെ നാട്ടിൽ നിന്നൊരു കോള് വരുന്നത്. എന്റെ ഒരു സുഹൃത്ത് വിതുമ്പിക്കൊണ്ടൊരു വർത്തമാനം പറയുകയാ. ആ 17 വയസ്സുള്ള നമ്മുടെ അയൽവാസിയായ അഫ്സൽ എന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകൻ, അവൻ ആക്സിഡന്റ് പറ്റി മരണപ്പെട്ടു പോയി. നിങ്ങൾ വാട്സാപ്പിലൂടെയും അതുപോലെ ഫേസ്ബുക്കിലൂടെയും അതുപോലെ പത്രമാധ്യമങ്ങളിലൂടെയും നിങ്ങൾ അറിഞ്ഞിട്ടുള്ള പല ആളുകളും എന്റെ മുമ്പിൽ ഉണ്ടാകാം. ഞാൻ തരിച്ചുപോയി സഹോദരങ്ങളെ. കാരണം വല്ലാത്ത പ്രയാസമായതുകൊണ്ട് പ്രഭാതത്തിന് മുമ്പ് തന്നെ അവൻ വണ്ടി എടുത്തുകൊണ്ട് പത്രക്കെട്ടുകളും വെച്ചുകൊണ്ട് പത്രമിടാൻ പോകുന്ന ആ +2 വിദ്യാർത്ഥിയായ പൊന്നുമോനാണ് ആക്സിഡന്റിൽ മരണപ്പെട്ടെന്ന് കേട്ടപ്പോ അവന്റെ ചിരിച്ച മുഖമല്ലാത്ത ഒരു മുഖവും ഞങ്ങൾക്ക് ഓർമ്മയില്ല. സഹോദരങ്ങളെ, ഇന്നത്തെ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞാണ്. കാരണം ഇന്നലെ വയത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ, ഇന്നലെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മോളൂരാണ് എന്റെ പ്രഭാഷണം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ ഏതാണ്ട് 4 മണി സമയമായി. എന്റെ വീട്ടിന്റെ അടുത്ത് തന്നെയാണ് പള്ളിയുള്ളത്. സുബ്ഹാനല്ലാഹ്, ആ നിസ്കാരം കഴിഞ്ഞ് ഞാൻ ആ കുട്ടിയുടെ മുമ്പിൽ അങ്ങനെ നിൽക്കുമ്പോ നിറഞ്ഞൊഴുകിപ്പോയി സഹോദരങ്ങളെ. അടുത്ത് എന്റെ ഖബർ എന്റെ ജമാഅത്തിലാണ്, എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ്. ഈ തൊട്ടടുത്തൊരു ഖബറിൽ ഞാനുമായിരിക്കുമല്ലോ. ഈ മോനെത്ര ഭാഗ്യവാനാണ്. കാരണം എത്ര 10,000 ദ്വാരം പോയി. കാരണം SSFന്റെ ഒരു ചുണക്കുട്ടനാണ്, ഒരു പ്രവർത്തകനായതുകൊണ്ട് എത്രയോ മയ്യത്ത് നിസ്കാരങ്ങൾ നടന്നുപോയി. മക്കത്തും മദീനത്തും ദ്വാരം പോയി. ചരിത്രത്തിൽ ആദ്യമായി അത്രയും ആളുകൾ പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിലും സാദാത്യങ്ങളുടെ സാന്നിധ്യത്തിലും ഉലമാക്കളുടെ മുതഅല്ലിമീങ്ങളുടെ സാന്നിധ്യത്തിലും ഈ വിനീതന്റെ വീട്ടിന്റെ അടുത്തുള്ള പള്ളി തന്നെ നിറഞ്ഞു കവിഞ്ഞുപോയി. ആ പള്ളിക്കാടിൽ ആളുകൾ തിങ്ങിപ്പോയി. ആളുകളെല്ലാം അത്ഭുതപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്, ഇവിടെയുള്ള ഒരുപാട് പൗരപ്രമുഖന്മാരും രാഷ്ട്രീയ മേലാളന്മാരും ഒരുപാട് കുടുംബക്കാരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. വലിയ കുടുംബങ്ങളിൽ സ്വാധീനമുള്ള ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ ഇത്ര വലിയ ജനബാഹുല്യം ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ 17കാരൻ അതെങ്ങനെ സാധിച്ചു? അതാണ് പൊന്നുമോനെ സുന്നത്ത് ജമാഅത്തിന്റെ പവർ. അതാണ് SSFന്റെ പവർ. അതാണ് അഹ്ലുസുന്നയുടെ പവർ. ഇപ്പോഴും അതാഹുരുടെ കുടുംബക്കാര് ഉറക്കത്തിലാണ്. നിങ്ങളെ പോലെയുള്ള ഒരു കൂട്ടം ആളുകൾ അല്ല, എവിടെയൊക്കെയോ ഉള്ള ലോകത്തുള്ള ആളുകൾ ആ ഖബറിലേക്ക് സമ്മാന പൊതികൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഖബർ സന്തോഷിപ്പിക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്. ആ ചിരിച്ച മുഖം സ്വർഗത്തിൽ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ആ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. ബാല്യത്തിന്റെ ചാബല്യത്തിൽ എന്തെങ്കിലും ആ കുഞ്ഞുമോന്റെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ മഹാനായ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുടെ അനുസ്മരണം നടക്കുന്ന മാസം കൂടിയാണല്ലോ. അല്ലാഹ് അവരുടെ ബറക്കത്ത് കൊണ്ട് നീ വെളിച്ചം നൽകി പാപം പുറത്ത് നല്ല സന്തോഷമാ ഖബറിൽ നൽകണേ അല്ലാഹ്. അങ്ങനെ പല ആളുകളും ഞങ്ങൾ വിട പറഞ്ഞു പോയിട്ടുണ്ട്. അതാ മൗത്തുൽ ആലിമി മൗത്തുൽ ആലം ചെറുശ്ശേരി ഉസ്താദിയടുത്ത് മരണപ്പെട്ടു പോയിട്ടുണ്ട്. വലിയ പണ്ഡിതനാണ്. അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ, ആ ഖബർ സന്തോഷിപ്പിക്കുമാറാകട്ടെ. ഒരുപാട് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ പെരുന്നാളിന് സന്തോഷമലതെല്ലുമ്പോൾ വേദനയുടെ നുറുങ്ങുമായി കടന്നു വന്ന ആ വാർത്ത നമ്മളെ വേദനിപ്പിച്ചില്ലയോ? ഏറെ വയസ്സൊന്നുമില്ലാത്ത മഹാനായ പൊസോട്ട് തങ്ങൾ മരണപ്പെട്ട് ഖബറിലല്ലയോ? അവിടുത്തെ ഖബറും നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. കഴിഞ്ഞ റമദാനാണെന്ന് തോന്നുന്നു വലിയ വൈരത്തൂര് ബാബാ ഉസ്താദ് വിട പറഞ്ഞു പോയില്ലയോ? എത്ര ഉലമാക്കളാണ് വിട പറഞ്ഞു പോകുന്നത്. അത് തന്നെ ഖിയാമത്ത് നാളിന്റെ അടുത്ത് വരുന്ന ഒരു ഘട്ടത്തിലേക്കാ.